ഇന്ത്യയിൽ മതേതരത്വം കടുത്ത ഭീഷണിയെ നേരിടുകയാണെന്ന് കെപിസിസി മുൻ അധ്യക്ഷൻ എം ഹസൻ. ഇന്ത്യയെ മതരാഷ്ട്രമായി മാറ്റാനാണ് ബിജെപിയുടെ ശ്രമം. ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഒരുമിക്കണം. കോൺഗ്രസ് നേതാവായിരുന്ന കെ.പി. ലോറൻസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചിറ്റിലഞ്ചേരി CNS ഹാളിലാണ് സമ്മേളനം നടന്നത്. ഛത്തീസ്ഗഡിലെയും മണിപ്പൂരിലെയും ന്യൂനപക്ഷ പീഡനങ്ങൾ കാണിക്കുന്നത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ കടുത്ത ഭീഷണി നേരിടുന്നുവെന്നാണ്. അവരെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അതിന്റെ എല്ലാ കാരണം ഇന്ത്യയെ മതേതരത്വത്തിന്റെ രാഷ്ട്രമാക്കി ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ദീർഘമായ ഒരു പദ്ധതിയുടെ ഒരു ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും തകർക്കലാണ് ലക്ഷ്യം. ഇതിനെതിരെ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധമുയർത്തും. വിദ്യാർത്ഥി രാഷ്ട്രീയം അധികാരത്തിനു വേണ്ടിയാകുന്ന ഇന്നത്തെ കാലത്ത് കെ.പി. ലോറൻസിനെ പോലെയുള്ളവർ മാതൃകയായിരുന്നുവെന്നും ഹസൻ പറഞ്ഞു. ലോകത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ചും ലോകത്തിന്റെ കഴിവുകളെക്കുറിച്ചും ആദർശ നിഷ്ഠയെക്കുറിച്ചും എല്ലാം ശങ്കരനെ ഞങ്ങളോട് വാദവരാതെ സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞുടനെ ഞാൻ വർഷത്തിലെ ഈ ബാലഗോപാലിനെ വിളിച്ചത് എന്റെ മകന്റെ നമ്പർ കണ്ടുപിടിച്ച് എന്റെ അച്ഛനോട് പറയും. ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ട പ്രവർത്തിക്കുകയാണ്. വളരെ കാലമായി പരസ്പരം കാണാമെങ്കിലും ഒരിക്കൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ രാഷ്ട്രീയ ശരീരമായിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് വിസ്മൃതിയിലായ പോലെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളിലൂടെ അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതിലൊറ്റ ഒരു കോൺഗ്രസ്സുകാരായി ജീവിത അവസാനമില്ലാതെ കോൺഗ്രസ് നേതാവ് കോൺഗ്രസിന്റെ നേതാവ് മാത്രം അദ്ദേഹത്തെ ഞാൻ പോല ഇവിടെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം എല്ലാവരും ഭാരതത്തിന്റെ പ്രവർത്തകരായി ഇവിടുത്തെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു, പാസ്റ്ററൽ ആത്മീയതകളിൽ മതപരമായ പ്രവർത്തനം, സംഘടനാ പ്രവർത്തനങ്ങളിൽ അതേ വ്യാപനങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടനകളും അദ്ദേഹത്തിന്. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ എ. തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. മുൻ MP രമ്യ ഹരിദാസ്, CPM നേതാവ് CT കൃഷ്ണൻ, CPI നേതാവ് വി. ചാമുണ്ണി, മുൻമന്ത്രി VC കബീർ, ഫാദർ ചെറിയാൻ ആഞ്ഞിലിമുട്ടിൽ, മേലാർകോട് സുവിധം യൂണിറ്റ് പ്രസിഡന്റ് VK ഭാമ, CR ഭവദാസ് എന്നിവർ പ്രസംഗിച്ചു. ചിറ്റിലഞ്ചേരി MNKM ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ MN ബാലസുബ്രഹ്മണ്യൻ ധനസഹായം വിതരണം ചെയ്തു. KL വിൻസെന്റ് പ്രതാപ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കെ.പി. ലോറൻസ് ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ പ്രസിഡന്റായി A. ഗോപിനാഥിനെയും സെക്രട്ടറിയായി KV കണ്ണനെയും ട്രഷററായി KL ഫ്രാൻസിസിനെയും തെരഞ്ഞെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.